ഒരു നായരെ തോട്ടത്തിൽ പണിക്ക് വിളിക്കോ? ഒരു നമ്പൂതിരിനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കോ? ഒരു ക്രിസ്ത്യാനിനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കോ? വിളിക്കില്ല. നിങ്ങൾ ആരെയും വിളിക്കുക? നിങ്ങൾ ആദിവാസിനെയും പട്ടികവർഗത്തിൽപ്പെട്ടവനെയും അല്ലെങ്കിൽ എന്താണ് ജാതിയിൽ താഴ്ന്നവരെ മാത്രമേ ഉള്ളൂ. ഇന്നും കേരളത്തിൽ തന്നെ നടക്കുന്നത്, എല്ലാ സംവിധാനങ്ങളും തന്നെ നടക്കുന്നത് അല്ലേ? നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് ഏതെങ്കിലും പട്ടികജാതി വർഗ്ഗക്കാരനെയോ പിന്നെ അടിച്ചമർത്തപ്പെട്ടവനെയോ താഴ്ന്ന ജാതിക്കാരനെയോ അപ്പോയിന്റ് ചെയ്യോ? സർക്കാരിന്റെ ഏതെങ്കിലും സംവിധാനത്തിൽ അപ്പോയിന്റ് ചെയ്യോ? നിങ്ങൾ നോക്കിക്കോളൂ, മന്ത്രിമാരുടെ ഓഫീസിലേക്ക് താഴേക്ക് നോക്കിക്കോളൂ, എവിടെയെങ്കിലും അപ്പോയിന്റ് ചെയ്യോ? ഒന്നും ചെയ്യില്ല. അവിടെ എന്താണ് അടിച്ചു കളിക്കാനും പിന്നെന്താണ് അടിച്ചു വാരാനും ഫയൽ കൊണ്ടുകൊടുക്കാനും ഉപയോഗിക്കുക. അതാണ് പറയുന്നത്. വളരെ കാരണം ഇത് കേരളത്തിൽ ഇമ്പോസിബിൾ ആണ്. ആ സ്ഥലത്താണ് ഒരു സാധാരണ പുതിയോടെ നേരത്തെ പറഞ്ഞ പോലെ അവരോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ ശാസിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മേനെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് പണിക്ക് പോകും. ഞങ്ങളെ ശാസിക്കാൻ അവർക്ക് നേരമില്ല. ഞങ്ങളെ ശാസിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നാൽ എൻ്റെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി വളരെ ചെറുപ്പത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പയ്യെന്ന് വിളിക്കാവുന്ന രീതിയിലേക്കുള്ള വലിപ്പത്തെത്തിപ്പറ്റിക്കും ഇത്രയും ആരാധകരെ ഈ പറയുന്ന സവർണരും പിന്നെ എന്താണ് മുതിർന്ന ജാതിക്കാരുമുള്ള കേരളത്തിൽ ഇത്രയും ആരാധകരെ പിടിച്ചു പറ്റാൻ ഈ പറഞ്ഞ വേടന് കഴിഞ്ഞിട്ട് ചില്ലറ കാര്യമാണോ?